ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇത് കുറേ പഴയ വീഡിയോ ആണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ സേറ ബേബിക്ക് ഇപ്പോൾ 1 വയസ്സായി. പക്ഷേ ഇതിനകത്തൊരു 6 മന്ത്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 6 മന്ത്സ് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അത്രയും സമയം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് മടിച്ച് ഇങ്ങനെ ഇട്ടൊരു വീഡിയോ ആയിരുന്നു. എന്തൊക്കെയോ കാരണങ്ങളാൽ പുതിയ വീഡിയോസ് വന്നപ്പോൾ ഈ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഞാൻ എന്താ പറയുന്നത് റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ചെറിയൊരു യാത്ര പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം ഞാനിന്നിപ്പോൾ ഗാലറി സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇട്ടില്ലല്ലോ എന്നുള്ളത് ഞാൻ വിചാരിച്ചത്. അപ്പം സജിമാമനാണ് ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്നത്. അപ്പം ഞങ്ങൾ സുബിയുണ്ട്, സോമിയുണ്ട്, കുഞ്ഞിപ്പെണ്ണുണ്ട്, ഹിഡാപ്പി, ഹെലമോള്, ഹെബൂട്ടൻ, ഇച്ചു, ഞങ്ങളെല്ലാം കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിവിടുത്തെ വൺ ഓഫ് ദ എന്താ പറയുന്നത് ലോങ്ങസ്റ്റ് ടണലിൽ കൂടിയാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത് ഇവിടെ സജ്മാവിൻ്റെ വണ്ടിയിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും ഈ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതും. തന്നെയല്ല ഇത് ഇപ്പോഴെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്തതല്ല, ഇതിന് കുറേ ദിവസങ്ങൾക്ക് മുന്നേ യാത്ര ചെയ്തൊരു വീഡിയോ ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത് ഫ്ലാറ്റ് ലൈഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ ഇവരെയും കൊണ്ട് പുറത്ത് പോകുന്നതിനും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു വൈബൊന്നും ഇവിടെ നമുക്ക് കിട്ടത്തില്ല. അതായത് പിള്ളേർക്ക് കിട്ടത്തില്ല. നമ്മുടെ കുട്ടികൾക്കടെ നാട്ടിലിറങ്ങി പുറത്തിറങ്ങി കളിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്താ പറയുക നമ്മളൊരു ഫ്ലാറ്റ് ലൈഫല്ലേ, അപ്പം നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇതുപോലുള്ള യാത്രകൾ വരുമ്പോഴാണ് നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്യുന്നതും കുട്ടികൾ ഹാപ്പിയായിട്ട് കാണുന്നതും. കുട്ടികൾ ഹാപ്പിയായിട്ട് കാണുമ്പോഴാണ് ആസ് എ പേരൻറ്റ് നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത് ഇനിയുള്ള വീഡിയോസിൽ മ്യൂസിക് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവരുടെ വോയിസുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതേണ്ട നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എപ്പോൾ തുടങ്ങിയ വോയിസ് ഓവറാണ്. അവിടെ തൊട്ട് ഇപ്പം വരേക്ക് ഈ ടണലിലാണ് കേട്ടോ. ഈ ഒരൊറ്റ സിംഗിൾ ടണലിൽ കൂടെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഓഫ് റോഡാണ്. എന്താ പറയുന്നത് ടാറിട്ട റോഡോ കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആക്ച്വലി ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം പോവാണ് കേട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേ പോയിട്ടില്ല. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, എന്താണുള്ളത്, എന്തെങ്കിലും കാണാനുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സെർച്ചിങ്ങിലൂടെയാണ് കേട്ടോ പോകുന്നത്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്തൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നും ആരും ഉണ്ടാവില്ല, എന്താ പറയുന്നത് നമ്മളായിരിക്കും ആദ്യമായിട്ട് ഈ വഴിയൊക്കെ കണ്ടുപിടിച്ച് പോകാൻ പോകുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാർ നമ്മളെപ്പോലെ തന്നെ ഇങ്ങനെ എന്താ പറയുന്നത് എന്തോ തേടി വരുന്നത് പോലെ ഇങ്ങനെ എത്തുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ ആൾക്കാരെ അവിടുന്ന് കണ്ടു, കുറേ ആൾക്കാരോട് നമ്മൾ സംസാരിച്ചു. അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പം നമുക്ക് തുടർന്ന് നമ്മുടെ വീഡിയോസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാം. ആക്ച്വലി ഞാൻ എന്താ പറയുക ഈ വണ്ടി ഇങ്ങനെ അതായത് റോഡ് അൺഈവൻ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ഒരു ക്യാമറയ്ക്കൊരു അപ്സ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കിനി എന്താ നടക്കുന്നതെന്ന് കാണാം കേട്ടോ. അപ്പം തുടർന്ന് നമുക്ക് മ്യൂസിക്കുള്ള ഏരിയകളിലൊക്കെ ഞാൻ വോയിസ് ഓവറോ നമ്മുടെ മ്യൂസിക്കോ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ വേണ്ടേ ഹെലമോളും സോമിയാൻ്റെയും കൂടെ നടന്നു പോകുന്നു. അവിടെ ഒരു കുഞ്ഞു ബൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തായാലും പറഞ്ഞാൽ മറ്റേ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വീഡിയോയിലൊക്കെ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. പക്ഷേ അത്ര വലിയ ഡേഞ്ചറസും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പക്ഷേ അത്യാവശ്യം കുന്നും കുഴിയും ഒക്കെയാണ്. നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ നടക്കണം, വീഴാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് നോക്കിയേ, സുബിയാണെങ്കിൽ അതിന് മണ്ടയ്ക്ക് കയറുന്നൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ സജിമാവിനോട് പറയണം കേട്ടോ. നോക്കിക്കേ, ഹേബിളൂട്ടിന് ശരിക്കും അന്ന് നടക്കും. പക്ഷെ എന്നാൽ നമുക്ക് അങ്ങോട്ട് കല്ലിടയ്ക്കൂടെയൊക്കെ ആയിട്ട് വിടാൻ പേടിയുള്ളൊരു പരുവായിരുന്നു കേട്ടോ. പിന്നെ സോമി പിന്നെ കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി ആ ഒരു ഏരിയയിലേക്ക് വന്നില്ല. അങ്ങനെ നമുക്കിനി തുടർന്ന് എല്ലാവരുടെയും അവനവൻ്റെ വോയിസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കേൾക്കാവേ. ഒരുപാട് ഉരുളൻ കല്ലുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ വലിയൊരു കുഴിയാണ്. ഇത് താഴെ കാണുന്നതാണ് കേട്ടോ വാതിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അതുവഴി ആരോ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നുണ്ട് കേട്ടോ, ഓഫ് റോഡ് പോലൊക്കെ. പക്ഷെ നമ്മളിങ്ങനെ അത്യാവശ്യം വഴിയുള്ളിടത്തോടെ തന്നെ ഇങ്ങനെ പോകുന്നു. വണ്ടി പോകുന്നുണ്ട് ഇതുവഴി, താഴെ വഴി വണ്ടി പോകുന്നുണ്ട്. ഇതേണ്ട ഹെബൂട്ടൻ വരുന്നത് സജിമാമൻ ഹെലമോളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വിടുന്നുണ്ടോ കാണുന്നത്. സുബി ഫോട്ടോ എടുത്ത പോലെ തന്നെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. പക്ഷെ ചെറിയ പേടിയുണ്ട് അവൾക്ക്. അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഇപ്പം ഹേബൂട്ടൻ വരുന്നുണ്ടോ? ഹേബൂട്ടാ കുഞ്ഞ വീടല്ലേ. വേണ്ട ഹേബിളൂട്ടൻ എവിടെ ഇരിക്കുന്നു നോക്കി ഇച്ചുവിൻ്റെ തോളയിൽ. ഹെലമോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടോ?
സ്വാമി തന്നെ കുഞ്ഞാവും കൊണ്ട് അതിങ്ങനെ നടപ്പുണ്ട്. ഇവിടെ ഒന്നുകൊണ്ട് ബൈക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഈ ബൈക്കിലാണ് ട്രാവൽ ചെയ്യുന്നത്. സുബി വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഫോട്ടോയ്ക്ക് വേണ്ടി അടുത്ത റിസ്ക് എടുത്തോണ്ട് വരെ പോയത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഇങ്ങനെ മണ്ടയ്ക്ക് വഴി പോകുന്ന കാണാം കേട്ടോ. ഫ്ലൈറ്റ്സുകൾ ഇതുണ്ടോ. ഹെബൂട്ടറിനെ കൊണ്ടുപോയിട്ടൊരു കല്ലേ കയറ്റി നിർത്തേക്കുന്നുണ്ടോ. ഹെബൂട്ടറിൻ്റെ ചെരുപ്പ് കൊണ്ടുവന്നില്ല കേട്ടോ ഇന്നും. അപ്പോഴത്തേക്കും ഫോട്ടോ അല്ല വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങളെ പെങ്ങളും കൂടി ഫോട്ടോ എടുക്കുന്നുണ്ടോ. ഇടാപ്പിക്ക് ഹൈറ്റ് കുറച്ച് പേടിയാണ്, പക്ഷെ എന്നാലും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. ഇതേണ്ട വരുന്ന രണ്ടുപേരുടെ ഇവിടെ വരുമായിരിക്കും ചിലപ്പോൾ കഴുതകളൊക്കെ. ഇവിടെ ഇങ്ങനെ റിസോർട്ട് അവിടെ എന്തൊക്കെയോ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു റിസോർട്ടുണ്ട്. ഇത് കണ്ടോ ഹെലമോളെ കൊണ്ട് പോകുന്നുണ്ടോ സജിമാമൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് മെല്ലെ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ എല്ലാവരും എന്താ പറയുന്നത്, അങ്ങനെ എല്ലാവരും കാറിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പ്. ആക്ച്വലി ഇതുവഴി ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ പോയതൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നില്ല എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നത്. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇതാണ്ടേ സോമേൻ്റെ ഒക്കെ കൊച്ചിനെ കൊണ്ട് വണ്ടിയിലോട്ട് കയറി. ഇനിയിപ്പോൾ ഞങ്ങളും കയറുമായി. പിന്നെ നമുക്ക് അടുത്ത ലൊക്കേഷനിലെത്തിയിട്ട് കാണാം. ഇത് ഷാർജ ഷീസ് ഏരിയ ആണ് കേട്ടോ. ഷീസ് ഏരിയ, ഷീസ് പാർക്കിൻ്റെ ഒക്കെ അതുവഴി നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കുള്ള കുറേ ദൂരം വണ്ടി ഓടിച്ച് വരണം. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ റിസോർട്ടിൽ താമസിക്കാനും പിന്നെ ഇവിടെ ബാർബിക്യൂ ചെയ്യാനൊക്കെ ഇവിടെ തന്നെ ബാർബിക്യൂ ചെയ്യുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റും തണുപ്പും. പിന്നെ ഇന്നലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷനിൽ കാണാം. 2 മലകൾക്ക് ഇടയിലൂടെയാണ് കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ടി നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഹൈവാ എന്ത് രസമാണ് നോക്കിക്കേ. ഈ നട ഇങ്ങനെ കയറി പോവാണ്. അയ്യോ അവർ ഞാൻ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് അവരങ്ങോട്ടേക്ക് നടന്നു. കാണാൻ പറ്റുന്നില്ലേ, ഇതാ പോണു. എന്ത് രസം നോക്കി. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയാമോ, ഇവിടെ നട, പിന്നെ ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇവിടെ നോക്കി അവിടുന്ന് ചെറിയതായിട്ടൊരു വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. വാവ് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ സ്ഥലം കാണാൻ വേണ്ടിയിട്ടുണ്ടോ. ഇത് നമുക്കിങ്ങനെ കയറി അവിടെ എത്തണേ. ഇതാ പോണു. എന്ത് രസമെന്നറിയോ. ഇവിടെ എന്തൊരു മരം ഉണ്ട് കേട്ടോ. ആ മരത്തിൻ്റെ കായൊക്കെ ഇതണ്ടേ നിലത്ത് വീണിപ്പുണ്ട്. വേണ്ട ഓടുന്നു രണ്ടെണ്ണങ്ങൾ. അയ്യോ പാമ്പൊന്നുമില്ല ഇവിടെ. ഭയങ്കര രസമാണ് കേട്ടോ. നീണ്ട താഴോട്ട് നടകൾ കണ്ടോ. ഞങ്ങൾ ഈ നടയൊക്കെ കയറാൻ കേട്ടോ വന്നേ. എനിക്ക് ചെറുതായിട്ട് അണയ്ക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ വരെ മതി എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു വേണ്ടടി അങ്ങോട്ട് നടക്ക്, നമുക്ക് മേളി വരെ പോയി കാണാം എന്ന് പറഞ്ഞു. ഇതുണ്ടോ ഈ സൈഡിലൊക്കെ ഇതുണ്ടേ പാറയാണേ. ഇതുണ്ടോ ഈ ഒരു സൈഡ് പാറയും ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് നല്ലൊരു കുഴിയാണ് കേട്ടോ. ഇതുണ്ടോ കാണുന്നുണ്ട് നിങ്ങൾ. കിടു സ്ഥലമാണ്, നല്ല സ്ഥലമാണ്. പക്ഷേ നടക്കാത്തതുകൊണ്ടായിരിക്കും കുറച്ചൊക്കെ നടന്നപ്പോഴത്തേക്ക് എന്നെ അണയ്ക്കുന്നു കേട്ടോ. കേട്ടോ ഗ്രീനറി കണ്ടോ എന്ത് രസമെന്നൊക്കെ. വാവ് എന്ത് രസമാണ്. കണ്ടോ ഈ നടവഴിയൊക്കെ കയറിയിട്ട് ഇതേണ്ട ഊട്ടിപ്പോകുന്നു. ഹൈഡാപ്പിയേ ഇതുവഴി ഇങ്ങനെ വെള്ളം ഒഴുകുന്ന നിങ്ങൾക്ക് കാണാവോ. കണ്ടോ ഞങ്ങൾ ഓൾമോസ്റ്റ് മണ്ടയിലെത്തി. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. ഭയങ്കര നല്ല ഗ്രീനറിയാണ് കേട്ടോ. നല്ല വെയിലൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഓൾറെഡി സമയം 1:45. പക്ഷേ ഒട്ടും ചൂടൊന്നുമില്ല. ആകാശത്ത് വെയിൽ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. ഒരു എന്താ പറയുക അങ്ങോട്ട് വരാ പോകാവേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതേണ്ടേ ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞ് ഈ മനുഷ്യരിതാ അവിടെ എത്തി നിൽക്കുന്നുണ്ട് സജു. പക്ഷെ എനിക്കെന്താ പേടിയാണ് കേട്ടോ. റെയിലില്ലാത്തതുകൊണ്ട് എനിക്കെന്തോ ഒരു പേടി. ഇതുപോലത്തെ കൈപ്പിടി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ കൈപ്പിടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പേടിയില്ലായിരുന്നു. പക്ഷേ കൈപ്പിടി ഇവിടെ കൊണ്ട് തീരുക.
ഇപ്പം അങ്ങോട്ട് രണ്ടുപേരും 3 പേരും ഇവിടോട്ട് പോയി. പക്ഷേ എനിക്ക് ശരിക്കും നല്ല പേടിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൈപ്പിടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഹെയ്ഡിനെ തിരിച്ച് വിളിക്കുന്നതാണ്. കാരണം ഇവിടെ അത്യാവശ്യം കുഴിയല്ലേ, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഇതുണ്ട്, എനിക്കിവിടെ പോകണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല കാലം കിടക്കുന്നു, പേടിയാണ്. ഇതുണ്ട്, ഇതുവഴി ഇങ്ങനെ വെള്ളം ഒലിയുന്ന കാണാൻ പറ്റുന്നുണ്ട് താഴോട്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ കിടപ്പുണ്ട് കേട്ടോ, ഇങ്ങനെ പുല്ല് പോലൊക്കെ. ഇതൊക്കെ എന്താണെന്നറിയില്ല. ഇത് കണ്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇങ്ങനെയുള്ള മലകളുടെ ഇടയ്ക്ക് എത്തുന്ന കഴിയുമ്പോൾ. ഇങ്ങനെ ഇതുപോലത്തെ കൈപ്പിടികളില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ്. പിന്നെ ഇതാ അവിടം തുടങ്ങി അങ്ങോട്ടേക്ക് ഈ കൈപ്പിടികളില്ല. അപ്പോൾ സുബിക്ക് 1-2 ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ ഇതാ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗുഹ പോലെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. ഇവിടെ ഗുഹയുടെ സൈഡിൽ ഇതേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം. വേണ്ട, ഈ കലിങ്കിൻ്റെ മണ്ടയ്ക്ക് ഒരാൾ നിൽക്കുന്നുണ്ട്, 2 പേര്. ഹലോ ഹെബു, ഹായ്. ഹെബു ഹായ്. ഹെബുന്ന് ഉറക്കം വരുന്നുണ്ട്. ഇത് വെള്ളത്തിൽ ചാടല്ലേ പൊള്ളേ, ഇവിടെ കയറ്. അങ്ങനെ ഹെലമോളും എനിക്ക് കൂട്ടായിട്ട് എൻ്റെ അടുത്ത് വന്നു. നടക്ക് വെള്ളത്തിൽ ചാടാതെ കൊണ്ട് നടക്കുക. ഈ സൈഡ് വഴി ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. പേടിയാണോ? പോ അങ്ങോട്ട് പോ, ഇച്ചിരി പോ. ഇങ്ങനെ ഒരു ഗുഹയാണ് കേട്ടോ ഇത്. പോ ചാടില്ല. എനിക്കതൊന്നും കലിങ്ക് പോലെ ഗുഹ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ധൈര്യശാലി തിരിച്ചു പോയി. പക്ഷേ സത്യത്തിൽ എനിക്കും പേടിയാണ്. ഇവിടെ വരെയൊക്കെ ഉള്ളു കേട്ടോ. പക്ഷേ എനിക്കെന്തോ പേടിയാണ്. അയ്യോ വല്ല പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഇനി അടുത്ത ഇതേണ്ട സാഹസക്കാരൻ വന്നു ഗുഹയ്ക്കകത്ത് പോന്നു. ഇതേ വന്ന് ധൈര്യശാലി ഇതേ വന്ന് നിൽക്കുന്നു. അതേണ്ട അവിടെ വഴി ഒരു പൂച്ച ഇറങ്ങി വരുന്നുണ്ട്. അയ്യോ അങ്ങനെ ഇതേണ്ട പൂച്ച ഇതേണ്ട വന്നൊരു സ്പീഡ് തിരിച്ചോടി ഹെലനെ കണ്ടിട്ട്. എല്ലാവരും എൻജോയ് ചെയ്യണം കേട്ടോ. സാഹസ പരിപാടികളൊക്കെ കഴിഞ്ഞ് 2 പേരോട് വരുന്നുണ്ട്. എൻ്റെ പൊന്നെ, നിങ്ങൾക്ക് കൈയും കാലും മറിച്ചില്ല അവിടെ ചെന്നിട്ട്? അല്ല, ഞാൻ ചോദിക്കുന്ന എന്താണെന്നറിയാമോ? ഇനി അടുത്ത 2 പേരുടെ ഗുഹ ആണ്. 2 അല്ല 4 പേര് പോകുന്നുണ്ട്. ഈ ധൈര്യശാലിയും പോകണോ കൂടെ? എൻ്റെ കൂടെ തന്നെ പേടിയെന്ന് പറഞ്ഞു. ഹെലനെ ഫ്രണ്ട് നടത്തുവാണല്ലേ. വാടാ, പേടിക്കണ്ട. സൈഡ് ചെയ്യുന്നു. നീ ഇച്ചിരി ദൂരത്തിൽ പോകാം. സ്പീഡിൽ പോകുന്നുണ്ടോ? ഈ കല്ലെ പിടിച്ച് നടക്കുമോ? ഈ കല്ല് ഇവിടെ ഇങ്ങനെ ഇല്ലെന്ന് പേടിക്കണം. ഞാൻ ലൈറ്റ് ഉണ്ടല്ലോ, ഞാനില്ല കൂടെ. നീ ഇച്ചിരി സ്പീഡിൽ പോവാതെ ഹേടാ. ഇല്ലെന്ന്, ഞാനുണ്ട്, ഞങ്ങളുണ്ട്. സുബി ചേച്ചി ഞാനും ഉണ്ടല്ലോ, പിന്നെ എന്താ പേടിക്കുന്നേ? കണ്ടോ അവിടെ വെട്ടമുണ്ട്, കണ്ടോ വെട്ടം വന്നുണ്ടോ? Wow. ഏതില്ലേ? എന്നിട്ട് ഇനിയും വീഴാനോ? നടക്ക്.
നിങ്ങളെന്ത് പറക്കുവാന്ന് ഇവിടെ? ഞാൻ നിങ്ങളെ എടുക്കാന്ന് വെച്ച് പുറകെ വന്നത് പോയി. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുൾ ചെയ്തോണ്ട് ഈ ഗുഹയ്ക്കകത്തോട് ഞങ്ങൾ എത്തി. ദൈവമേ, ശരിക്കും મને കുറച്ച് പേടിക്കാണ്ട്, കാരണം ഇരുട്ടാണ്. എനിക്ക് പേടിയാണ്. ഞാൻ അധികം കണ്ണടച്ച് പിടിച്ച് ഒറ്റ ഓട്ടം ഓടി. മോനെ കാല് കഴിക്കുക അവിടെ. അങ്ങനെ ഹെയ്ഡാപ്പി ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് വീണു. അപ്പോൾ തന്നെ സജിമാമ അവനെ ഒന്ന് കാല് കഴുകി കൊടുക്കുക. എൻ്റെ ദൈവമേ, ഇവിടെ സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഇത്തിരി മണ്ണ് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാല് സ്ലിപ്പാവും. അതെ, ചരല് പോലെ കിടക്കുന്നതുകൊണ്ട് ഇതുവഴി വരുന്നവർ സൂക്ഷിച്ച് വരിക, വീഴാതെ സൂക്ഷിക്കുക. മോനെ കാല് കുറഞ്ഞ മോനെ ബാ. താങ്ക് യു അങ്കിളിന്. വേണ്ട 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 പേടിയാ മോനെ ബാ. മോനെ കുഞ്ഞുവാ കരയാൻ തുടങ്ങിയടാ. കുഞ്ഞാക്ക് ഇച്ചിരി പാല കൊടുക്കണം മോനെ. ഞങ്ങൾ ഇവിടുന്ന് ഇനി മെല്ലെ ഇതേണ്ടേ ഇവിടുത്തെ ഒരു എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതേണ്ടേ ഈ ഗുഹയും എക്സ്പീരിയൻസ് ചെയ്തു. ഈവൻ ദോ എനിക്ക് പേടിയായിരുന്നെങ്കിലും ഞങ്ങൾ പോയി സക്സസ്ഫുള്ളി ഗുഹ അപ്പുറം കടന്നു. ഒരു ചെറിയൊരു സങ്കടപ്പാട്ടെന്ന് വെച്ചാൽ ഹെഡാപ്പി ഒന്ന് വീണ് ചെറുതായിട്ട് കാലിൽ ഇച്ചിരി മുറിഞ്ഞു. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫാണ്. പക്ഷേ എല്ലാവരും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കൊന്ന് വരാനുള്ളതും ഇവിടെ വന്നൊന്ന് എൻജോയ് ചെയ്യാനായിട്ടുള്ളതുണ്ട്. കാരണം വെച്ചാൽ വെറുതെ ഇതിൻ്റെ ടോപ്പിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റും വെളിച്ചവും കൊണ്ടാൽ തന്നെ ഭയങ്കര എന്താ പറയുക, നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. സോ ഇപ്പം ഞാൻ തന്നെ നട ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് നട ഇറങ്ങി താഴെ ചെന്നിട്ട് എന്തൊക്കെയുള്ളതെന്ന് കാണിക്കാം. ഇവിടെ എന്തൊക്കെ ഇവർ വിത്ത് വിതച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാമേ. ഇതുണ്ട്, ഇവിടെ എന്തോ ഇവരിങ്ങനെ വിത്ത് വിതച്ചിട്ടുണ്ട്. അപ്പം ബൈ 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 ദിസ് ഏരിയ. ഇതുണ്ടോ, ഇങ്ങനെ 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 നട ഇറങ്ങി ഇറങ്ങി പോവുക. കിണ്ണ സ്ഥലം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി സ്ഥലം, സൂപ്പർ വൈബ്. പക്ഷേ ഇവിടെ ഇങ്ങനെ അടുത്ത വീഴ്ചക്കുള്ള എന്തോ പ്ലാൻ ഹെയ്ഡാപ്പി ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു മരത്തിൽ നിന്ന് എന്തോ ഒരു കാ ഇങ്ങനെ വീണിട്ട് കണ്ടോ, ഇവിടെ ഒക്കെ നല്ല നീറ്റാണേ. പക്ഷേ ആ ഒരു മരത്തിൻ്റെ എന്തോ ഒരു കാ വീണിട്ട് അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ചെറിയ തെറ്റലുണ്ട്. അപ്പം ഇറങ്ങുമ്പോൾ ആൾക്കാർ സൂക്ഷിച്ചിറങ്ങണം. കാണിച്ചു തരാം കേട്ടോ, ആ എന്ത് കാ ഇങ്ങനെ വീണ് കിടക്കുന്നത്. പക്ഷെ അതുവഴി വരുമ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണേ. ഇത് കണ്ടോ, ഇത് ഈ കാണുന്ന കായുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു പോ. ഇതണ്ടേ, എല്ലാവരും ശ്രദ്ധിച്ച് താഴെ എത്തി. ഇനി ഞാൻ ശ്രദ്ധിച്ച് താഴെ എത്തട്ടെ, അല്ലെങ്കിൽ വീഴും. കണ്ട പോകുന്നു, എല്ലാവരും ഇറങ്ങി. ഹെയ്ഡാപ്പി ഓടി അങ്ങ് എത്തിയെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ മരങ്ങളാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള വലിയ മരങ്ങൾ തന്നെയാണ്. കണ്ടോ, അത്യാവശ്യം വലിയ മരങ്ങൾ തന്നെയാണ്. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പം കുറേ ആട്, അതുപോലെ തന്നെ കോഴി, ഇതിനൊക്കെ എന്താ പറയുന്നത്, കരച്ചിൽ കേൾക്കാം. നമ്മളെന്തോ ഫുഡൊക്കെ ആയിട്ട് വന്ന പോലെ അവരിങ്ങനെ നമ്മളെ വിളിക്കുന്ന കേൾക്കാം, മേ 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 എന്ന് പറഞ്ഞിട്ട്. പിന്നെ വെള്ളം ഒഴുകുന്ന ശബ്ദവും എല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എന്തോ നമ്മൾ ആ ഒരു പട്ടണ ലൈഫിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലുള്ള ഏരിയകളിലേക്ക് വരുമ്പോൾ വി ഫീൽ റിയലി ഹാപ്പി ആൻഡ് വി ഫീൽ റിയലി റിലാക്സ്ഡ്. അതാണ് മെയിൻ. ഹാപ്പിയെ കഴിഞ്ഞ് ഉപരി നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആണ്. ഇവിടെ എന്തോ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടാണ് കേട്ടോ ഒച്ച കേൾക്കുന്നത്. കേട്ടോ, ആടിൻ്റെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് നിറച്ച് ആടും കോഴിയൊക്കെയാണ് കേട്ടോ. ഈവൻ പ്രാവുകളും ഉണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? ഇത് പ്രാവുകളിരിക്കുന്നു. ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. വാദി ഷീസ് നേച്ചർ ട്രെയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇപ്പോൾ പോയിട്ട് വരുന്നത്. അങ്ങനെ എല്ലാവരും പോയിട്ട് ഇതേൻ്റെ വണ്ടിയിൽ കയറുന്നു. ഇവിടെ ഇങ്ങനെ ഇവർ ഈ പണി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒച്ച കേൾക്കുന്നത്. എന്തൊക്കെയോ പ്ലാൻസും ഡിസ്കഷൻസും നടന്നുകൊണ്ടിരിക്കുന്നതാണ്ടോ. ഇനി അടുത്ത എങ്ങോട്ടാണെന്നുള്ളതാണ് കേട്ടോ ഡിസ്കഷൻ. അങ്ങനെ ഞങ്ങൾ ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അതായത് പാർട്ട് ഓഫ് ഒമാൻ, മദ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കേട്ടോ. എൻ്റെ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ മദയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അവിടെ പോയി അത്യാവശ്യം ഒന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ചുമ്മാ അന്നത്തെ ആ ഒരു ട്രിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞിട്ട് ഇറങ്ങി ഞങ്ങൾ അത്യാവശ്യം കറങ്ങാൻ പറ്റുന്നിടത്തെല്ലാം കറങ്ങിയടിച്ച് കുറേ സ്ഥലങ്ങൾ പോയി വന്നു. അതാണ് സത്യം. അല്ലാതെ ഒരു സ്ഥലം പോയി തിരിച്ചു വന്നു അങ്ങനെയല്ല. ഒരു 3-4 സ്ഥലങ്ങൾ ഒന്നിച്ച് നമുക്ക് പോയി കണ്ടുവരാം എന്നുള്ളൊരു ഡിസിഷനിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ പോകുന്ന സമയത്ത് എങ്ങോട്ടേക്ക് പോകണം, എന്ത് ചെയ്യണം എന്ന് കാര്യമായ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഒരു ഡെസ്റ്റിനേഷനിലെത്തി, അവിടെ നമ്മൾ കണ്ടു, എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം.
അങ്ങനെ പോയി വന്നതാണ് കേട്ടോ. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റൊന്നും ആയി പോകാത്തതിൽ ഞാൻ ഒത്തിരി നന്ദി എൻ്റെ ദൈവമേ. എന്താ പറയുന്നത്, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. മറ്റുള്ള ആൾക്കാർക്കും ഇത് കാണുമ്പം മനസ്സിലാവും എന്താ പറയുന്നത്, എന്ത് രസമുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലൊക്കെ റോമിംഗ് ആണ് കേട്ടോ. കാരണം ഇറ്റ്സ് പാർട്ട് ഓഫ് ഒമാൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പാലമൊന്നും ഇല്ലായിരുന്നു നേരത്തെ. മഴ പെയ്ത് നമ്മളിവിടെ നമ്മൾ വന്നു വന്നായിരുന്നല്ലേ. വാതിയിലൊട്ടും വെള്ളമില്ലല്ലോ. ഈ പുള്ളി കടയുടെ ഉടങ്ങാനാണ്. നമ്മൾ ഇന്നാളെ പോയ ഫാമില്ലേ, താഴത്തിറങ്ങി പോയ ഫാമില്ലേ, ഉണ്ണി എല്ലാം കൂടെ വന്ന് പോയത് ഓർക്കുന്നില്ലേ? അവിടെ പുള്ളി നിൽക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ കാണിക്കുന്നത്? Your destination is in 200 meters. You have arrived. Thank you for using 2GIS. എല്ലാരും സെറ്റായി നോക്കിക്കേ. ഹേവലൂട്ടനും സജിമാമനും ഹെലമോളും ഏറ്റവും പുറകെ സെറ്റ്. അടിപൊളി ക്ലൈമറ്റ്. അങ്ങനെ ഞങ്ങൾ ഇതേണ്ടേ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഇവിടെ നിന്ന് മീറ്റ് ചെയ്തു. അതിനുശേഷം ഇതാണ്ട് നമ്മള് അടുത്ത ഒരു സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. ഓ രക്ഷയില്ല, അടിപൊളി സ്ഥലം, അടിപൊളി വൈബ്. അപ്പൊ നമ്മളിനി അടുത്ത, ഇവിടെ മഴയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് അടിപൊളി ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയ ഒരു ദിവസം ഭയങ്കര വർത്താണ്. ഇനി നമുക്ക് ജസ്റ്റ് അൽ ഷുഹൂബ് റെസ്റ്റ് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പോകുന്നുണ്ട്. ഇപ്പം പോകുമ്പോൾ നമ്മൾ അവിടെ പോകും. കാരണം അവിടെ അത്യാവശ്യം നല്ലവണ്ണം മഞ്ഞ് പെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടു. അപ്പം നമുക്ക് അവിടേക്കും കൂടെ പോകാനായിട്ടൊരു ആഗ്രഹം. അപ്പം നമുക്ക് പോയിട്ട് അവിടുത്തെ മഞ്ഞും കൂടെ കണ്ടിട്ട് വരും. മുടിയൊക്കെ ആണെങ്കിൽ കാറ്റത്ത് പറന്ന്. ഞാൻ നിങ്ങൾ ഈ വഴികൾ കാണിക്കാം കേട്ടോ, എന്ത് രസം നോക്ക്. ഇവിടെ ഇങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ റീസെന്റ് പണിതാണ്. ഭയങ്കര രസമായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒമാനിലേക്ക് എൻട്രി ആകുമ്പോൾ തന്നെ ഫോർ യുവർ ഇൻഫർമേഷൻ നമ്മുടെ റേഞ്ചുകളൊക്കെ പോവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റോമിംഗ് ആണ്. ഇത് പാർട്ട് ഓഫ് ഒമാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നോക്കിക്കേ, നമ്മളിങ്ങനെ രണ്ട് സൈഡിലും മരങ്ങൾ, അതിന് നടുക്കൂടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. വെയിലടിച്ചല്ലേ ഇറങ്ങുള്ളൂ. എടപ്പോ ആ തോർത്തും എല്ലാം എടുത്ത് വെച്ച് നമുക്ക് ഫ്രൈഡേ പോടാം. ഫ്രൈഡേ പപ്പയ്ക്ക് അവധിയല്ലേ. നമ്മൾ അമ്പല ബീച്ച് നമുക്ക് പോവാം. വൈകിട്ട് ഓ വേണ്ട വേണ്ട കുഴപ്പമില്ല. ഭയങ്കര കാറ്റാ. മഴക്കാർ കണ്ടോ. അൽഷഹൂബിന്റെ അവിടെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാം. നിങ്ങളെ കാണിക്കാം കേട്ടോ. അവിടോട്ട് അലൗഡ് ആണോന്ന് അറിയത്തില്ല. അലൗഡ് ആണെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ കയറ്റി വിടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ കിട്ടുന്ന വ്യൂ ആയത്.
കിണ്ണൻ വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. മഴക്കാറ് കണ്ടോ, ഈ മഴ പെയ്താൽ അടിപൊളിയായിരിക്കും. തണുക്കുന്നോ? അതായത് തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യടാ. യു കെയിലൊക്കെ പോയി നീ എങ്ങനെ സർവൈവ് ചെയ്യും? അതെ, നോ മഴക്കാറ് ഇത് കണ്ടോ നിങ്ങള്? നോ മഴക്കാറ് ഇത്. അയ്യോ ഇത് പിടിച്ചോണ്ടിരിക്കുക എന്റെ ദൈവമേ, ഇത് കണ്ടോ? ഇത് മഞ്ഞാട്ടോ ഇറങ്ങുന്നേ. ചതിയായി പോയത്. കിണ്ണനാ നോക്ക്. അയ്യോ അങ്ങോട്ട് നോക്ക് നിങ്ങള്, കണ്ടോ? എന്റെ ഫോൺ താഴെ പോയല്ലേന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ താഴത്തെ കാര്യങ്ങളൊന്നും കാണത്തില്ല, അതുപോലെ മഞ്ഞ്. ഓ മൈ ഗോഡ്, മഞ്ഞ് ഇത് കണ്ടോ? ഇറങ്ങുമോ? മഞ്ഞ് ഇറങ്ങണോ? മഞ്ഞ് ഇറങ്ങുമോ? എന്താ സത്യം 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 കൊണ്ടൊന്നും കാണത്തില്ല കേട്ടോ, മഞ്ഞ് കാരണം. ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ മഞ്ഞിൽ മൂടി നിക്കാണ് കേട്ടോ, മഞ്ഞിൽ മുങ്ങി നിക്കാണ് നമ്മുടെ ഏലിയൻ ഷിപ്പ്. ഞങ്ങൾ തന്നെ മഞ്ഞിനകത്ത് എത്തി കേട്ടോ. രക്ഷയില്ലാത്ത മഞ്ഞാണ്, ഒന്നും കാണത്തില്ലല്ലോ താഴ്വശം. ഇണ്ടോ മഞ്ഞ? മഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ മഞ്ഞിനകത്ത് മൂടി നിൽക്കാട്ടോ, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണേ, കയ്യൊക്കെ ഇരിക്കുന്നുണ്ടോ, തണുത്തുറഞ്ഞു. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ കിണ്ണം തണുപ്പാ, കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇച്ചൊക്കെ ഇങ്ങനെ മഞ്ഞിനകത്ത് ഓടി തുറഞ്ഞിരിക്കുക. ഇതുണ്ടോ, തണുപ്പത്ത് ഓടി കളിക്കുന്ന പിള്ളേരെ കണ്ടോ? വാവ്, ഇവർ യു കെയിലൊക്കെ പോയാലും സർവൈവ് ചെയ്യും കേട്ടോ ഈ തണുപ്പത്ത്. കേവലാണെങ്കിൽ തണുപ്പ് ആസ്വദിക്കുന്നുണ്ടോ? കുഞ്ഞിപ്പെണ്ണൊക്കെ തണുപ്പത്തിരിക്കുന്ന ഇരിപ്പ് കണ്ടോ മഞ്ഞിനകത്ത്. താഴേന്ന് കോട കയറി വരുന്നുണ്ടോ? ഓ കോട മഞ്ഞിൽ, ഓഹോ താഴ്വരയിൽ, ഓഹോ ചക്കടമ്പ്. പല്ല് കൂട്ടിയിരിക്കണേ, പല്ലിങ്ങനെ കൂട്ടിയിരിക്കുക, പല്ല് കൂട്ടിയിരിക്കുന്നില്ലേ? ഫസ്റ്റ് ടൈം അല്ലേ? എക്സ്പീരിയൻസ്, മൈ ഗോഡ്, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്.
വാ ഇതുണ്ടോ കോട വരുന്ന വരവ് കണ്ടോ, ഒരു രക്ഷയില്ല അമ്മോ. ഓ കോട അടിപൊളിയായിട്ട് വന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ UAE ടെറസാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഫുജേറ ടെറസാണ് കേട്ടോ. ടെറസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുജേറ ഫുള്ള് കാണാൻ പറ്റും. കാണുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടോ ഇങ്ങനെ നേരെ നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലം ഇവിടെ എവിടേക്കോ ആണ്. താഴെ വഴി വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്. ഒരു അടിപൊളി വൈബ്. ഞങ്ങളിത് കാണണമെന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. സോ എനിവേ ഞങ്ങൾക്കിത് കാണാൻ പറ്റി. ഇത്രയും തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്ന് ആക്ച്വലി ഉണ്ടല്ലോ, ഞങ്ങൾ ഒട്ടും പ്ലാൻഡ് ആയിട്ടൊരു ദിവസമല്ലായിരുന്നു. വെറുതെ എല്ലാവരും കൂടി ഇറങ്ങി. മഴയൊക്കെ ഉള്ളൊരു ദിവസം. ഇന്നലെ മഴ പെയ്തു. അപ്പോൾ ഇന്നും ആ ഒരു മഴയുടെ ഒരു ചെറിയ വൈബൊക്കെ ഉണ്ടല്ലോ, ഒരു ക്ലൈമറ്റിൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. ഇത്ര സക്സസ് ആയി ഞങ്ങളുടെ യാത്ര. ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തു. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്. പിന്നെ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ സീ ഇഫ് ദാറ്റ് ഗുഡ് വീഡിയോ. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോവുകയാണ്. കാരണം ഓൾറെഡി കോട മഞ്ഞൊക്കെ കുറഞ്ഞു, സന്ധ്യയായി തുടങ്ങി. അപ്പം ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ണ സമയമായിരുന്നു, കറക്റ്റ് സമയമായിരുന്നു. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ, ടേക്ക് കെയർ ഓൾ, ലവ് യു ഓൾ.